ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഞാനിപ്പോൾ ഫ്യൂരിയസ് കണ്ടിട്ട് വന്നേ ഉള്ളൂ ഗൈസ്. ഞാൻ എനിക്ക് തോന്നുന്നു 7 മണിക്കുള്ള ഷോയ്ക്ക് പോയതാ. അപ്പോഴാണ് കഴിഞ്ഞത്. അപ്പം നേരെ കപ്പിക്കാനയിലോട്ട് വന്ന് ഡിന്നർ കഴിക്കാന്നുള്ള പ്ലാനിൽ വന്നതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവർ രാത്രി മാച്ച് കാണുന്നുണ്ട് ഗൈസ്, ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഇന്ന് പോർച്ചുഗലിന്റെ മാച്ച് സ്റ്റാഫ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് രാത്രി കാണും. അപ്പം ഷോപ്പ് ക്ലോസ്ഡ് ആയിരിക്കും, ലൈറ്റൊക്കെ ഓഫ് ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ വലിയ ടി വിയിൽ മാച്ച് കാണാം. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് അവരുടെ കൂടെ ഇരുന്ന് പോർച്ചുഗൽ സ്പെയിൻ കാണാന്നുള്ള പ്ലാനിലാണ് വന്നേക്കുന്നത്. അപ്പം ഡിന്നർ ഇതാണ് ഗൈസ്. ഞാനൊരു ബനാന സ്മൂത്തി വിത്ത് യോഗട്ടില് സ്മൂത്തിയും ഒരു പെസ്റ്റോ പാസ്തയും ചിക്കൻ. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഡിന്നർ. വ്ളോഗ് എടുക്കാൻ പ്ലാൻ ഇല്ലായിരുന്നു. ഇറ്റ് വിൽ ബി ലൈക്ക് എ വെരി സ്മോൾ വ്ളോഗ് ഗൈസ്. പെട്ടെന്ന് തീരും അല്ലെ. എന്നെന്തായാലും പോർച്ചുഗൽ ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ബിക്കോസ് ഫിഫയുടെ ഒരു ലാഭത്തിന്റെ ഇത് നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പോർച്ചുഗൽ അർജന്റീന വരുന്നതോ ആയിരിക്കും നല്ല. ബിക്കോസ് മെസ്സി വേഴ്സസ് റൊണാൾഡോ ഭയങ്കര നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എൻകൗണ്ടർ ആണ്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫ്യൂച്ചർ നോക്കിയിട്ട് ഫിഫയുടെ ഫ്യൂച്ചറിന് വേണ്ടി ഹാലൻഡ് വേഴ്സസ് എംബാപ്പെ, ഫ്രാൻസ് വേഴ്സസ് നോർവേ, ഈ ഒരു രണ്ട് കോമ്പിനേഷൻ അല്ലാതെ ഞാൻ വേറൊന്നും കാണുന്നില്ല. ബിക്കോസ് രണ്ടായാലും ഫിഫ ഫിനാൻഷ്യലി ഇതിൽ നിന്ന് നേടും. ലെറ്റ് സി. പിന്നെ ബ്രസീൽ ഇന്നലെ കാര്യമായിട്ട് തോറ്റ് ഗൈസ്. അതാണ് ഏറ്റവും വലിയ വിഷമം. നല്ലപോലെ ജയിക്കാന്നുള്ളൊരു കളിയായിരുന്നു. ആദ്യം നോർവേ കുണുങ്ങി കുണുങ്ങി കളിച്ചോണ്ട സമയത്ത് ഒരു രണ്ടു മൂന്ന് ചാൻസ് കിട്ടിയാണ്. പെനാൽറ്റി മിസ്സാക്കി രണ്ടു മൂന്ന് ഗോൾ ചാൻസ് കുറച്ചൊന്നും നമ്മൾ അത്രണ്ണം കാണിക്കാതെ കളിച്ചിരുന്നെങ്കിൽ കിട്ടിയാണ്. പിന്നെ ആമല്ലേ മാനേജ്മെന്റ് മോശം കേസ് ബ്രസീലിന്റെ. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജപ്പാന്റെ കൂടെ സെക്കൻഡ് ഹാഫിൽ കളിച്ച ബ്രസീലേ അല്ലായിരുന്നു ഇന്നലെ നോർവേയുടെ കൂടെ കളിച്ചത്. ഒബ്വിയസ്ലി നോർവേ നല്ലപോലെ കളിച്ചത്, അത് വേറെ കേസ്. പക്ഷെ കുഡ് ഹാവ് ബീൻ ഡിഫറെന്റ് ഔട്ട്കം. കുറച്ചുകൂടെ ഒന്ന് എഫേർട്ട് ഇട്ട് അറ്റാക്കിംഗ് ഇതിൽ കളിച്ചിരുന്നെങ്കിൽ, അഗ്രസീവായിട്ട് കളിച്ചിരുന്നെങ്കിൽ. പിന്നെ ഫൗളും കുറവായിരുന്നു കേട്ടോ. മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഒത്തിരി ഫൗളൊന്നും ചെയ്യാൻ നോക്കാതെ കളിക്കലായിരുന്നു നോർവേ ബ്രസീൽ. സോ എന്തായാലും നമ്മുടെ ഫേവറേറ്റ് ടീം പോയി. ഇനിയിപ്പോൾ എന്തായാലും പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. പോർച്ചുഗൽ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് റൊണാൾഡോയിലാണ് ആ കൂടെ ഉള്ള പ്രതീക്ഷ. അപ്പൊ എല്ലാവരും കാണാൻ വേണ്ടിയിരിക്കുന്ന ഒരു കളിയാണ് ഗൈസ്. എന്തായാലും സ്പെയിൻ എന്തായാലും ചില്ലറക്കാരല്ല, നല്ല രീതിയിൽ ഈ വേൾഡ് കപ്പിൽ പെർഫോം ചെയ്ത ടീമാണ്. സോ ഇറ്റ്സ് നോട്ട് ഗോൺ ബി ഈസി. പോർച്ചുഗൽ ഒരു ഫുൾ ഓൺ യൂണിറ്റ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ജയിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഇന്ന് കാണാൻ ഗൈസ്, നോക്കാം. ഞാൻ ആദ്യം എന്തായാലും ഫുഡ് കഴിക്കട്ടെ. ഇതാണ് ഗൈസ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. പെസ്റ്റോ പാസ്ത, ചിക്കൻ്റെ സ്പെഗറ്റിയിലും പിന്നെ ഒരു ബനാന സ്മൂത്തി യോഗട്ട് ഇട്ടിട്ടുള്ള. അപ്പൊ എന്തായാലും ഞാനൊന്ന് ആദ്യം സ്മൂത്തി കുടിച്ചോട്ടെ. അപ്പൊ യോഗട്ടിൽ ആയതുകൊണ്ട് വലിയ ഹെവി ആവാൻ ചാൻസ് ഇല്ല. മാത്രമല്ല ഇന്ന് രാത്രി മൊത്തം എവിടെ നിന്ന് കളി കാണാനുള്ളതാണ്. കുറച്ച് കനത്തിൽ എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചു. കൊള്ളാം. നൈസ് പാസ്ത ഗൈസ്. പാസ്ത ഒന്ന് കഴിച്ചോട്ടെ. നല്ല റിച്ച് ആണ് ഗൈസ്. ഞാൻ പറഞ്ഞു കുറച്ച് നല്ല സോസ്, നല്ല കട്ടി. ഓ വാവ്. ഇതിൽ ഗ്രിൽ ചിക്കൻ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ലെറ്റ് മീ ട്രൈ ഇറ്റ്. ഓ സോ ഗുഡ് ഗൈസ്. ഒരു രക്ഷയില്ല. ലെറ്റ് മീ ട്രൈ ദ പാസ്ത ഗൈസ്. രാത്രിയൊക്കെ കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. ഈ കളി ഫീഫ കാരണം മിക്കവാറും 10 കിലോ കൂടും. ചൂടാണോ? ഓ ഗൈസ്, ഐ എം നോട്ട് കിഡിങ്. വൺ ഓഫ് ദി ബെസ്റ്റ് പെസ്റ്റോ പാസ്ത എവർ. സോസ് കിടുക്കിയടാ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഞാൻ മുമ്പ് ഇവിടെ നിന്ന് പെസ്റ്റോ പാസ്ത കഴിച്ചിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റ് അല്ലായിരുന്നു. ഇന്നത്തെ എന്ത് പറ്റിയാണ്? ഇന്ന് ഷെഫ് അടയ്ക്കാറായോണ്ട് നല്ല കാര്യമായിട്ട് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു കേട്ടോ. കിഡിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഓ മൈ ഗോഡ്, സോ ഗുഡ്. ഞാൻ ഇന്നത്തെ പാസ്ത പൊളിച്ച് കഴിച്ചു. ചുമ്മാ പറഞ്ഞല്ല, അടിപൊളി. സ്പെഗറ്റി ഇത്രയും കിടിലായിട്ട് കുക്ക്ഡായിട്ട് ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ടില്ല. ദിസ് ഇസ് കിഡിലും സോസും സ്പെഗറ്റി നല്ല വെൽ കുക്ക്ഡും. കൊള്ളാം ഗൈസ്. ഇന്നത്തെ ഡിന്നർ പൊളി. ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. കളി എപ്പോഴേക്കും തുടങ്ങും. എല്ലാവരും പോയ കഫിക്കാന്. മണി 11:30 ഗൈസ്. ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. കസ്റ്റമറല്ല, അടുക്കളയൊക്കെ പൂട്ടി ഗൈസ്. അപ്പൊ ഇനിയിപ്പം ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മുതലാളി വരാൻ വേണ്ടിയാണ്. അവൻ ജിമ്മിൽ പോയേക്കുന്നത്. സാല് വന്നതിന് ശേഷം പതുക്കെ കളി കാണാൻ വേണ്ടി കയറണം. 12:30 വരെ വെയിറ്റ് ചെയ്യണം. നേരത്തെ വരികയും ചെയ്തു. 1 മണിക്കൂർ ഇനിയുണ്ട്. ഇന്ന് പൊരിഞ്ഞ പോരാട്ടമായിരിക്കും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നതിനെക്കാട്ടി നല്ലത് അവരെ കൂടെ ഇരുന്ന് കാണണമല്ലോ. അത്യാവശ്യം പയ്യന്മാർ, ഇവിടുത്തെ സ്റ്റാഫുകാരന്മാര് നല്ല ഫുട്ബോൾ ഫാൻസ് ആണ്. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവരെന്തായാലും രാത്രി ഇടയ്ക്കിടയ്ക്ക് മിക്കപ്പോഴും വന്നിരുന്ന് കളി കാണാറുണ്ട്. ഇന്നലെ ബ്രസീലിന് കളി ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചാണ്. പക്ഷെ എനിക്ക് ഇന്നലെ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ലേറ്റ് ഡിന്നർ ആയി. വെറുതെ ഇത്രയും ലേറ്റായിട്ട് കഴിക്കുന്നു. എനിവേസ് കളി ഉറങ്ങട്ടെ ഗൈസ്. വീണ്ടും വരുന്നതായിരിക്കും. ബൈ. ഇവനെ കാത്തിരിക്കുകയാണ് ഗൈസ്. നമുക്കിന്ന് സ്പെഷ്യൽ ആക്സസ് ആണ്. 12:30 വരെ. ഞാൻ എന്ത് ചെയ്യൂടെ 12:30 വരെ? 1 മണിക്കൂർ ഇനിയുണ്ട്. തുടങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്. ഞാൻ നേരത്തെ വരെയും ചെയ്തു. രാത്രി MT കഫിക്കാന കളി കാണാൻ വേണ്ടി ഇരുട്ട് പിടിച്ചു കിടക്കുന്ന സ്ഥലം. ഇവിടെ ലൈറ്റൊക്കെ ഓഫ് ആയിട്ടിരുന്ന് കാണാം. ഇങ്ങനെ ഇരുന്ന് കളി കാണാം ഗൈസ്. ഇന്ന് പോർച്ചുഗൽ ജയിക്കുമോ സ്പെയിൻ ജയിക്കുമോ എന്നുള്ളത് ഉടനെ അറിയാം. അതും കണ്ടിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങാൻ. ഈ ഫീഫ തീരുന്നവരെ ഉറക്കം എന്തായാലും കണക്കാണ്. എല്ലാവർക്കും ഇൻസോമിനിയ പിടിച്ചെന്ന് പറഞ്ഞിട്ടാ. നീ നേരത്തെ കിടന്ന് ഉറങ്ങൂലായിരുന്നാ?
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഉറക്കം ഈ സീൻ. ഞാൻ അപ്പൊ 11 മണിക്ക് എന്റെ ജിമ്മിലെ ഇൻസ്ട്രക്ടർ വരുമ്പോഴാണ് ഞാൻ എണീക്കുന്നത്. അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പോലും സമയമല്ല. എണീച്ചോണ്ട് നേരെ അങ്ങ് പോകണം താഴെ ജിമ്മിലോട്ട്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ കളിയും കൂടെ കണ്ടതിന് ശേഷം ഉറക്കം ഒന്ന് സെറ്റാക്കാം. ആകിനി ആര് ചോദിച്ചാലും എനിക്ക് വിഷയമില്ല. അർജന്റീന ജയിക്കുകയോ അവസാനത്തെ മാച്ചിൽ ഇനി പോർച്ചുഗൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കാണാൻ വരും. ബ്രസീൽ പോയാൽ പിന്നെ റൊണാൾഡോ ആണ് ഗൈസ്. റൊണാൾഡോ പോയാൽ പിന്നെ വേൾഡ് കപ്പ് ഇല്ല. ദാറ്റ്സ് ഇറ്റ്. ചുമ്മാ വെറുതെ ഇങ്ങനെ കളി കാണും, അത്രേ ഉള്ളൂ. കാണാൻ തോന്നുമ്പോൾ അർജന്റീനക്കാർ കുറെ പേരുണ്ട് കേട്ടാ. ഷാസും ഇവനും എല്ലാരും അർജന്റീനയാണ്. എന്റെ ബ്രസീലിനെ ഫീഫ ചതിച്ചു. അവന്മാര് എന്ത് കളിയാണ് കളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവന്മാരും ബ്ലാക്ക് മെയിൽ ചെയ്ത് കളിപ്പിച്ചല്ലോ ഉണ്ടായിരുന്നു ഇത്രയും കൂറക്കളി. എനിവേസ് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, അവർ ഔട്ടായി. അടുത്ത് നമുക്ക് ഇനി റൊണാൾഡോരെ പറയാം. ഇന്ന് എന്തായാലും റൊണാൾഡോ മാജിക്, CR7 മാജിക് ഇന്ന് കാണാം ഗൈസ്. നോക്കാം, ലെറ്റ്സ് സീ. വന്നു ഗൈസ്, നമ്മൾ അണ്ണം വന്നേ. ഇന്ന് സ്പെയിന് നോക്കിയോ, അവന്മാര് ഗോൾ എണ്ണി എണ്ണി മരിക്കും. ഞാൻ പറയാം, ഇവൻ സ്പെയിൻ സപ്പോർട്ടറാണ്. സ്പെയിൻ 3 അടിക്കുന്നു സ്വന്തം ഗോളിലോട്ട്. എന്തായാലും ഇന്ന് കാണാം ഗൈസ്. ഇന്ന് സെൽഫ് ഗോളാണ് സ്പെയിൻ 3. ഐ ആം വെയിറ്റിംഗ്. റൊണാൾഡോയുടെ പഴയ കളിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറുതെ സ്പെയിനിനെ പേടിപ്പിക്കാനാണ്. ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കും. ഈ ഒരു കളിയും കൂടെയാണ് ഞാൻ ലാസ്റ്റ്ലി എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കളി. അതാണ് ഞാൻ കാണാൻ വന്നത്. ഗൈസ്, വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഗോളൊന്നും വരുന്നുമില്ല. കുറെ നേരമായിട്ട് ഇന്ന് സ്പെയിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. യവന്മാര് പോർച്ചുഗൽ ഒരു ഗോൾ അടിച്ചിരുന്നെങ്കിൽ കുറച്ചു നേരം സൈലന്റ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ റൊണാൾഡോ ഒരു ഗോൾ അടിക്കും. അങ്ങനെ ഗൈസ്, ഹാഫ് ടൈം ആയിരിക്കുകയാണ്. ഗോളൊന്നും വന്നിട്ടില്ല. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. എന്തായാലും പോർച്ചുഗൽ ഒരു ഗോൾ അടിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഹാഫ് ടൈം കഴിയുമ്പോൾ കുറെ ഇങ്ങനെ ജസ്റ്റ് മിസ്ഡ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ചാൻസ് ആർക്കാണ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊസഷൻ സ്പെയിനാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഇപ്പോഴും എൻ്റെ മൈൻഡിൽ പോർച്ചുഗലിന് ഒരു ഗോൾ അടിക്കാൻ പറ്റണം ഹാഫ് ടൈം കഴിയുന്നതോടുകൂടി. വരാം ഗൈസ്. റൊണാൾഡോ തിരിച്ചടിക്കുമോ? ഗൈസ്, സ്പെയിൻ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. മിക്കവാറും സ്പെയിൻ തന്നെ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. ഞാൻ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇനിയുണ്ട് സമയം. ഇപ്പൊ ഒരു ഗോൾ കയറിയ സ്ഥിതിക്ക് ഇക്വലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു. ഇല്ലെങ്കിൽ പിന്നെ കളിക്ക് രസമില്ല. എത്ര നേരം ബോറായിരുന്നു. കമോൺ ഗൈസ്, തിരിച്ചടിക്കൂ. തോറ്റിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് 50,000 കിട്ടുന്നതിന്റെ സന്തോഷം എനിക്കുണ്ട്. ടീം പുറത്താവുന്നതിന്റെ വിഷമമുണ്ട് എനിക്ക്. ഗൈസ് തോറ്റുപോയി. ഗൈസ് തോറ്റു. ബ്രസീൽ ഇന്നലെ തോറ്റു. ഇന്ന് റൊണാൾഡോ തോറ്റു. ഇനിയിപ്പോ ഞാനിനി അയ്യോടാ നമ്മളെ പയ്യൻ നല്ലപോലെ പുള്ളിക്ക് അധികം കളിക്കാനുള്ള അവസരങ്ങളൊന്നും കിട്ടിയില്ല. സാരമില്ല ഗൈസ്, കളിച്ച് തോറ്റ്. ഇനിയിപ്പോ നാളെ മെസ്സി പോകും തിരിച്ച്. എല്ലാ ലെജൻസും നേരത്തെ പോകും. മെസ്സിക്ക് കിട്ടൂലടാ. മെസ്സിയും പോകും നാളെ. ഈജിപ്തിന്റെ കൂടെ ഗോട്ടിന്റെ കേസ് എന്ന് പറയണം. നാളെ എന്തായാലും മെസ്സി പോവും. 2 ഗോട്ടുകൾ ഔട്ടാണ് ഗൈസ് നാളെ. ഞാൻ നാളെ കഴിഞ്ഞതിടും. മെസ്സിയും കൂടെ പോയതിന് ശേഷം നമുക്ക് കാണാം ഗൈസ്. അങ്ങനെ ഗൈസ്, പോർച്ചുഗലിന്റെ ഓട്ടം തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, സ്പെയിനിന്റെ ഗാലറി ഇരുന്ന് കണ്ട ഒരേ ഒരു പോർച്ചുഗൽ ഫാനാണ് ഞാൻ. തോറ്റു ഗൈസ്. ഞാൻ ഇനി ആരെയും സപ്പോർട്ട് ചെയ്യില്ല. തോക്കുന്നു എന്റെ ടീം. തോറ്റു. പ്രവചനം മറ്റും മാറിപ്പോയി. സത്യം കേട്ടാ. ഞാൻ പറഞ്ഞതാണ് 90-ാം മിനിറ്റിൽ ഗോള് വരുമെന്ന് ഈ ബോർ കളിയുടെ ഇടയിൽ. അപ്പം പക്ഷെ സ്പെയിൻകാരാണ് കേട്ടത്. എന്തായാലും നല്ല മാച്ചായിരുന്നു ഗൈസ്. 90-ാമത്തെ മിനിറ്റിന് ശേഷം അതുവരെ നല്ല ബോറായിരുന്നു. അപ്പൊ നാളെ ഇനി മെസ്സിയുടെ കരച്ചിൽ കാണാം ഗൈസ്. ഇന്ന് റൊണാൾഡോയുടെ കരച്ചിൽ, നാളെ മെസ്സിയുടെ കരച്ചിൽ. നാളെ ഞാൻ വരുന്നതായിരിക്കും. മെസ്സി കണ്ണീരില്ലേ? ഓക്കെ ഗൈസ്, കാണാം. അങ്ങനെ ഗൈസ്, നല്ലൊരു തോൽവി ഏറ്റുവാങ്ങി ഞാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചില്ല ഗൈസ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു തണുപ്പം കളിയായിരിക്കും. ഞാൻ പ്രഡിക്റ്റ് ചെയ്തതാണ് ഇടയ്ക്ക് 90 മിനിറ്റ്സിൽ ഗോൾ പോകുന്നു. ഞാൻ വിചാരിച്ചു പോർച്ചുഗൽ അടിക്കുമെന്നാണ്. അത് സ്പെയിന് മാത്രമേ കേട്ടുള്ളൂ ഗൈസ്. 90 മിനിറ്റ്സ് എക്സാക്ട്ലി 90 മിനിറ്റിൽ തന്നെ അവന്മാർ അടിച്ചു. വിച്ച് വേസ് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഫേവറേറ്റ് ടീമായ ബ്രസീൽ പോയി. ഫേവറേറ്റ് പ്ലെയറായ CR7 പോയി. അപ്പൊ ഇനി നാളെ അർജന്റീനയും കൂടെ കളിയും കൂടെ ഒന്ന് കണ്ടിട്ട് എന്താണ് അവസ്ഥയെന്നൊന്ന് നോക്കാം. ഈജിപ്റ്റ് ആയതുകൊണ്ട് കയറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ലെജൻസും ഇങ്ങനെ അവരുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് എൻജോയ് ചെയ്യുന്നു. കളി തോക്കുമ്പോൾ പോകുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. അല്ലാതെ ഇതിന് വലിയ നിരാശയും വിഷമവും തോന്നിയിട്ട് കാര്യമില്ല. അവർ നല്ലപോലെ കളിച്ചു. അവരുടെ ഇന്ന് അവരുടെ ദിവസം അല്ലാത്തതുകൊണ്ട് തോറ്റു. അത്രേ ഉള്ളൂ. വിച്ച് വേസ് കൊള്ളായിരുന്നു ഗൈസ് അത്യാവശ്യം. പക്ഷേ ഞാൻ പറയാം, കുറച്ച് ലാഗുള്ള കളിയായിരുന്നെങ്കിലും ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ഞാൻ വിചാരിച്ചു തിരിച്ചൊന്ന് അടിച്ചിരുന്നെങ്കിൽ കുറച്ചത് എക്സൈറ്റിംഗ് ആയനെ. അതൊന്നും ഇല്ല. ഇത് ജസ്റ്റ് കിട്ടിയൊരു ചാൻസ് അവന്മാർ മുതലാക്കി കറക്റ്റ് 90 മിനിറ്റിൽ. പിന്നെ ഞാൻ പറയില്ലേ, ആ സമയത്ത് ഇതൊരുമാതിരി കണ്ടിട്ട് എനിക്കൊരു നോർവേ ബ്രസീലാണ് ഓർമ്മ വന്നത്. അതേപോലത്തെ കളി.
അപ്പോൾ ഇനി ഇതിപ്പോൾ എല്ലാവരും ഒരു ടാക്ടിക് ആയിട്ട് എടുക്കാതിരുന്നാൽ കൊള്ളാം ഗൈസ്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന്റെ പാതി ഇങ്ങനെ തട്ടിമുട്ടി കളിച്ചിട്ട് അവസാനം മറ്റേ എന്താ പറയുമല്ലോ, അവസാനം കൊണ്ടിട്ട് ഗോൾ അടിച്ചിട്ട് സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട്. അപ്പോൾ എനിവേസ് ഗൈസ്, നാളെ ഇനി അർജന്റീനയുടെ കളിയാണ് കേട്ടെ. ഫ്രാൻസ് മിക്കവാറും കയറുമായിരിക്കും ഫൈനലിൽ. കൂടെ ആര് കയറും എന്നുള്ളത് നോക്കിയാൽ മതി. നോർവേ ആണോ അർജന്റീന ആണോ എന്നുള്ളത് മാത്രമേ സംശയിച്ചാൽ മതി. ലെറ്റ്സ് സീ ഗൈസ്. എനിവേസ് ഹോപ്പ് ടു സീ സം ഗുഡ് മാച്ചസ് ഇനി അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഇന്നത്തേക്ക് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ബൈ.